അപ്പോൾ ഇതിവിടെ ഏകദേശം ശരിയായിട്ടാണ്. സവാള, ഉള്ളി, വേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് എല്ലാം റെഡി ആയിക്കണേ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇതാക്കണേ, ഇനി അതിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അര സ്പൂൺ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് അറിയാലോ, അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ അത് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നുണ്ട് ഇളക്കി കൊടുക്കുക. അതൊന്നുണ്ട് ഏകദേശം ഒന്നുണ്ട് അതിന് കണ്ട പാടനെ കുറച്ച് മുളകും പൊടി ഒന്നുകൂടി വെതറി കൊടുക്കുക. ശകരം മതിയിട്ട് മുളകും പൊടി ഒന്നും കൂടുതൽ ഇടരുത്. കാരണം ഗരം മസാലയൊക്കെ എല്ലാ വീട്ടിലും എരിവുള്ളതാണ്. ഓവറാകുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു 1.5 സ്പൂൺ 2 സ്പൂണോ മല്ലിപ്പൊടിയോ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ഇട്ട് കൊടുക്കുക. ഏകദേശം ഇത് ക്ലിയർ ആയില്ലേ. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ മട്ടൻ മസാലൻ്റെ പൊടി ഉണ്ടല്ലോ, ഈ പാക്കറ്റ്, ഇത് കുറച്ചൊന്നായിട്ട് ഒന്നാകെ വെളിച്ചപ്പാടി തുള്ളിയെ പോലെ പോയാൽ ഇങ്ങനെ ഇതിക്ക് കുറേ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താളി. പിന്നെ വാങ്ങ ഇറച്ചിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ള കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അത് ഇളക്കി. എന്നിട്ട് നമ്മളെ ഗരം മസാലയുടെ പൊടി ഇവിടെ ഗരം മസാലൻ്റെ പൊടി ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് വെതറി കൊടുത്തിട്ട് ഒന്ന് രണ്ട് ഇളക്കിയതിൻ്റെ ശേഷം ഈ നമ്മൾ ഈ അട്ടർച്ചി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് വെള്ളത്തോടുക്കാൻ ഒഴിക്കരുത്. വെള്ളം ഒഴിവാക്കിയിട്ട് വെള്ളം ലാസ്റ്റ് ഒഴിക്കാവുള്ളൂ. എന്നിട്ട് ഇതിക്കാട്ട് കൊട്ടുക. എന്നിട്ട് ഇത് കൊട്ടുന്ന സമയത്ത് ഈ പച്ചക്കുള്ള സാധനം ഉണ്ടല്ലോ, ഈ പച്ചക്കുള്ള സാധനം ഈ ഇറച്ചിയുടെ മേതിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പറയും ഇത് പച്ചട ഒരു ചൊയ കിട്ടൂലെന്നാണ്. പക്ഷേ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ ഒരു ദിവസം ചെയ്ത് നോക്കി, എല്ലാവരും ഉണ്ടാക്കണ പോലെ ഇതൊന്ന് ചെയ്ത് നോക്കി. അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ആ ഇറച്ചിൻ്റെ കൂടെ ഒന്നാകണ്ട് വിളിക്കുക. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഗരം മസാലൻ്റെ ഈ മട്ടൻ മസാലൻ്റെ പൊടി ഒന്ന് തകരം ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സെക്കൻഡ് ഒരു തുള്ളി ഒരു പേര് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇറച്ചിയുടെ കൂടെ എന്നിട്ട് ഒന്നായിട്ട് കുഴച്ചിട്ട് ആവശ്യം ഈ വെള്ളം കൊണ്ട് ഒഴിച്ചോ, ഈ വെള്ളം ആയിക്കോട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഓക്കെ, ഇനി ഞാൻ കൂടുതൽ പറയണില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ ഇറച്ചിടാൻ പോകട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ആ മട്ടൻ ഇതിലേക്ക് ഇട്ടിട്ടാണ് ആട്ടിറച്ചി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. റോസ്റ്റ് ഇതാക്കിയിട്ട് വേവിച്ചിട്ട് ഈ സാധനം ഇത് ഇട്ട് കൊടുക്കാൻ പോകട്ടെ. ഇത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ തുള്ളി വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം. അപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിക്കണ്ട കേട്ടോ. ഇതിൽ ഒഴിച്ച് ഇനി നിങ്ങളിത് ഒക്കെപ്പാടെ ഒന്ന് മിക്സ് ആക്കുക. ഞാൻ ആക്കാൻ പോവുക. അപ്പോൾ ഞാൻ ഒക്കെപ്പാടെ മിക്സ് ആക്കി. കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ചിക്കൻ മസാലൻ്റെ ഈ മട്ടൻ മസാലൻ്റെ പൊടി ഉണ്ടല്ലോ ഒന്നും അങ്ങനെ കുറച്ച് മുകളിലൊന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ മിക്സ് ആക്കിയിട്ട് ഇനി ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് റോസ്റ്റ് ആക്കണോ എന്നാൽ വെന്തിട്ട വെള്ളം കണ്ട് പറ്റും. അതല്ല നമുക്ക് അത്യാവശ്യം കറി വേണം എന്നാൽ അതും. എന്നിട്ട് നാമച്ചൊക്കെ ഉപ്പും ഇതുണ്ട്. പിന്നെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ഒരു മിനിറ്റ്, ഈ ചെറുനാരങ്ങ ഒന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് പിഴിഞ്ഞ് കൊടുക്കുക. അതിനത്ര മണ്ടട്ടാ. കണ്ടമാനാകുമ്പോൾ പുളി കൂടെ അതിൻ്റെ മുകളിൽ കുരുവൊക്കെ എടുത്ത് കളയണം. ബസ് ഒരു അത്യാവശ്യം ഒരു പുളിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇടണ്ട. ഇട്ട് ഞാൻ അതിന്മേ കുരു എടുത്ത് കളയാം. ഞാൻ ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനതിൽ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഈ വെള്ളം തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഒഴിച്ച് ഇനി ഇത് ഇളക്കാൻ പോവുക. ഇപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി. ഇതിൽ എരിവും പുളിയും നമ്മൾ ചെറുനാരക്കൊക്കെ പിഴിഞ്ഞതും ഒക്കെ ഇതിൽ നല്ല എരിവും പുളിയും പിടിച്ചിക്കണേ. ഇനി നമ്മൾ മല്ലിച്ചപ്പ് പുതിന ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് വെതറി കൊടുക്കുക. ഒന്നിങ്ങനെയായിട്ട് വെതറി കൊടുത്തിട്ട് ഇളക്കൊന്നും വേണ്ട. അത് അതിലിട്ട് ദമ്മായിട്ട് അതിൻ്റെ സ്മെല്ല് കയറിക്കോട്ടെ. എന്നിട്ട് നമ്മളത് അടച്ച് വെക്കുക. കണ്ടില്ലേ? അത് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടമാനം ഓവറായിട്ട് സ്പീഡ് കത്തിക്കരുതിട്ടാ. കാരണം അത് അടി പിടിക്കും. കാരണം ഇത് ഇടക്കിടക്ക് ഇനി ഇളക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിനെ വളരെ സ്ലോ ആയിട്ട് കൊണ്ടുവരിക. ഇന്നൊരു 15-20-10 മിനിറ്റ് വരെ ടൈം നോക്കിയിട്ട് നമ്മൾ അതുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓഫാക്കി വെച്ചാൽ അത് കഴിക്കുക. പരിപാടി കഴിഞ്ഞ് എൻ്റെ 3 വീഡിയോ ഇപ്പോൾ ഞാൻ വിട്ടിട്ടുണ്ട്. 1-ാം ഭാഗം 2-ാം ഭാഗം 3-ാം ഭാഗം നിങ്ങൾ കാണണം. കാരണം ഒന്ന് ഓളിയായിട്ട് എൻ്റെ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോമ്പാണ്. പക്ഷേ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കൽ. പക്ഷേ ഇവർക്ക് നമ്മളൊക്കെ ഒരു പെരുന്നാളാകുമ്പോൾ നമ്മളിങ്ങനെ പലതും ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇവരെ വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ വേഗം വന്ന് ഇവർക്ക് ആടും ഇതൊക്കെ വാങ്ങി റോസ്റ്റാക്കി കൊടുത്ത് ഇനി അവർ പൊറോട്ട കൊടുക്കുന്നുണ്ട്. ആ കുട്ടികൾ പൊറോട്ട കഴിച്ചോട്ടെ. പിന്നെ വാങ്ങി രാത്രി ഒരു നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയിട്ട് ആ വീഡിയോയും കൂടി എടുത്ത് വിടുക. അതും സിമ്പിളായിട്ട്. ഇത് വാപ്പ പണ്ടത്തെ ആൾക്കാർ ചെയ്യണ പരിപാടിയാണ്. ചെറിയ പരിപാടിയുള്ളൂ. അപ്പോൾ അത് നമ്മൾ വലിയ യൂട്യൂബിലൊക്കെ ഓരോന്ന് കണ്ടിട്ട് കണ്ടമാനം ഉണ്ടാക്കേണ്ട ആവശ്യമായി. ചെറിയ സിമ്പിൾ പരിപാടി, നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അത് ഒരു വട്ടം നാൾ ഉണ്ടാക്കിയപ്പോൾ 3 ദിവസം മുന്നേ അതേമാതിരി ആട്ടർച്ച് ഉണ്ടാക്കുമ്പോൾ ഈ കുട്ടികൾ അതേമാതിരി തന്നെ ഉണ്ടാക്കാൻ പറയും. വേറെ ഒന്നായിരിക്കും കൂടുതൽ ഇടരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് 14-ാം തീയതി ഹോളി, 14/3/2025. കൂടുതൽ ഞാൻ വീഡിയോ എടുത്ത് കൊണ്ടുപോകണില്ല. എൻ്റെ 1-ാം ഭാഗം ഉണ്ട്, അതിൻ്റെ 2-ാം ഭാഗം ഈ കറി ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം നെയ്ച്ചോറും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം. സിമ്പിൾ പരിപാടി. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ബോംബെ മോനു. അല്ല, നിങ്ങൾ സബ്സ്ക്രൈബും ഇതൊന്നും വേണ്ട. അടച്ചോൻ്റെ വണ്ടി കൊണ്ട് തെങ്ങുമ്പോൾ കയറിയിട്ട് ഇതിമ ഒരു 1000-1500 ഉണ്ടാക്കേണ്ടത് അതിനുള്ള കയ്യിനും കാലിനും ആവും തന്നാൽ മതി. എൻ്റെ മക്കൾ പറഞ്ഞ കാരണം യൂട്യൂബ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്. അതിൽ നിങ്ങൾ കണ്ടമാനം ആൾക്കാരെ പിടിച്ചിട്ട് നിങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് വിടുമ്പോൾ നിങ്ങൾ ഇതേമാതിരി അതൊന്ന് യൂട്യൂബിൽ ഇട്ടുകൂടെ. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു 10 രൂപ കിട്ടിയാൽ കിട്ടിക്കോട്ടെ. അപ്പോൾ കുട്ടികളുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത്, അല്ലാതെ അടിയില്ല. അപ്പോൾ വേണക്കാണ് എന്ത് ടേസ്റ്റാണെന്നറിയാം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും എൻ്റെ എല്ലാ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും
നമസ്കാരം. ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഈദ്, റംജാൻ മുബാറക്. മാഷാ അല്ലാഹ്.